ആ മോനെ മോനെ ദേ ഈ ചന്ദനത്തിൽ നിന്ന് മണപ്പിക്കേ. ആ എന്നിട്ട് കുടിക്കും, ധൈര്യമായിട്ട് കുടിക്കും. മോനെ ശിവൻകുട്ടി, നിന്റെ ദുഃഖം എന്താണെന്ന് എനിക്ക് മനസ്സിലായി. നീ 10ാം ക്ലാസ്സിൽ തോറ്റു. നിന്റെ കൂടെ കുട്ടിക്കാലം മുതലേ കളിച്ചു നടന്ന മീനാക്ഷി 10ാം ക്ലാസ്സിൽ ഫസ്റ്റ് ക്ലാസ്സായി പാസ്സായി. ദേ ഇവിടെ നോക്കി, മീനാക്ഷിയോട് നിനക്ക് ഇഷ്ടല്ലേ? അതെ. എന്നാ എന്റെ മോൻ ധൈര്യമായിട്ട് കുടിക്കേ. എനിക്കിനി വേണ്ട മോനെ, ഇതൊക്കെ ഒന്ന് തുടങ്ങി കിട്ടാനേ ബുദ്ധിമുട്ടുള്ളൂ. അത് കഴിഞ്ഞാ പിന്നെ ഭയങ്കര സുഖല്ലേ. ഇത് ആരാണെന്ന് മനസ്സിലായ? അറിയില്ല. നമ്മുടെ മിലിറ്ററിയുടെ മോനാ, നാഗാലാൻഡ്. ദേ പതുക്കെ എങ്ങനെ അങ്ങോട്ട് വലിക്ക, കണ്ട, എന്നിട്ട് ഇതിങ്ങനെ എടുക്ക. ഇങ്ങനെ ഊതിയാ മതി. ആ മിടുക്കൻ. ശരി ചേട്ടാ, ഞാൻ ഈ നാട്ടുകാരുടെ മുഖത്ത് എങ്ങനെ നോക്കും? ദിവസേന കാലത്ത് ഇവിടെ വന്ന് 2 ഗ്ലാസ് അങ്ങോട്ട് വീശ, എന്നിട്ട് നാട്ടുകാരെന്ന് പറയുന്ന പുല്ലുകളുടെ മുഖത്ത് ദേ ഇങ്ങനെ അങ്ങോട്ട് നോക്ക. അങ്ങനെ മോനെ, പഠിച്ച് ജയിച്ച് മിലിറ്ററി പോയി നാഗാലാൻഡിൽ ചെന്ന് ഒളിനാഗന്മാരുടെ അമ്പ് കൊണ്ട് പട്ടി ചാവണ പോലെ അവിടെ കിടന്ന് ചാവണ. പറ. എനിക്ക് എന്റെ അമ്മയെ കാണണം. അമ്മയെ കാണുന്ന? എനിക്ക് എന്റെ അമ്മയെ കാണണം. ഉള്ള കള്ളു മുഴുവൻ മോന്തി കുടിച്ചിട്ട് ഇപ്പൊ അമ്മയെ കാണുന്ന? ഈ കോലത്തിൽ ഞാൻ നിന്റെ അമ്മയുടെ അടുത്ത് നിന്നെ കൊണ്ടുപോയ പുഞ്ചിരി ചേച്ചി എന്നെ ചൂലെടുത്ത് അടിക്കും. അടിക്കട്ടോ, എടുത്തോണ്ട് പോ. എടുത്തോണ്ട് പോണെന്ന് ഞാൻ നോക്കിക്കോളടോ. എനിക്ക് എന്റെ അമ്മയെ കാണണം. മോനെ, കള്ള ഇറങ്ങിട്ടടാ, ഞാൻ കൊണ്ടാക്കാം. എനിക്കല്ലേ എന്റെ കാലോർക്കിടയിലിടാ. വേണ്ട, എനിക്കിപ്പൊ കാണണം. ഞാനിനി പുഞ്ചിരി പിശാചിന്റെ മുഖത്തേക്ക് നോക്കൂ. അമ്മയെ കാണാടാ. എനിക്ക് എന്റെ അമ്മ കാണണം. എനിക്കിപ്പം കാണണം. ഇങ്ങോട്ട് മാറി നിക്കടി, എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ. അല്ലേ, വാങ്ങിച്ചോണ്ട് വന്ന ആളിനെ അതൊന്ന് കാണണ്ടായോ? ഇങ്ങോട്ട് നീങ്ങിക്കും മോളെ. വലിയ ഗമയെടുത്താ ഞാൻ എന്റെ പാട്ടിന് പോകും, പറഞ്ഞേക്കാം. എന്തുവാ കുഞ്ഞെ ഇത്? ഓ, ഇങ്ങോട്ടൊന്ന് ഇറങ്ങി വന്നേ. എന്തു ഇത്ര നാണം? വലിയേട്ട കാണണ്ടായോ ഇതൊക്കെ? ഇങ്ങോട്ട് നീങ്ങി വന്നേ. അയ്യേ, ഇത് ഉടുപ്പ് കുഴപ്പമില്ല. ആ, പാവാട എന്താ തുണി കഴിഞ്ഞില്ലേ കുഞ്ഞെ? റെഡിമെയ്ഡാ, ഇറക്കൻ ലേശം കുറഞ്ഞു, എന്നാലും കുഴപ്പമില്ല. ഇതൊക്കെയാണ് ഇപ്പോഴത്തെ ഫാഷൻ. ഇതെങ്ങാനും ഇവിടുത്തെ ചേട്ടച്ചൻ കണ്ട അപ്പ മണ്ണെണ്ണ ഒഴിച്ച് തീ വെക്കും. നീ അതങ്ങ് ഊരി വെച്ചാൽ അവനെ അറിയിക്കണ്ട. ഹോസ്റ്റലിൽ ചെന്ന് പുറത്തെടുത്താൽ മതി. പിന്നെ അതുപോലെ നിന്റെ ഈ വഴുവഴുമ്പ് നാണമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇവിടെ വെച്ചേച്ച് വേണം പോവാൻ. ഇപ്പോഴത്തെ കുട്ടികളുടെ സൗന്ദര്യം എന്ന് വെച്ചാൽ എന്താണെന്നറിയോ? അവരുടെ സ്മാർട്ട്നെസ്സാ. ചുറിയുറുക്ക് ഇവക്കില്ലാത്തതും അതാ. ആ ഉണ്ണികൃഷ്ണൻ ഇവളെ വളർത്തി വളർത്തി തനി കൺട്രിയാക്കി കളഞ്ഞു. എന്നാ പിന്നെ കേമമായിട്ട് അങ്ങോട്ട് വേണ്ടി വളർത്താൻ വയ്യായിരുന്നു. ചുമ്മാ ഇരുന്നോണ്ട് പുനിതം പറയാതെ രാമകൻ ചെന്നിട്ട് പോ. അയ്യേ, എനിക്ക് തന്നെ ഇത് കണ്ടിട്ട് നാണം വരുന്നു. മോൾ ഇതൊക്കെ ഒരു എവിടെങ്കിലും കൊണ്ട് പാത്ത് വെച്ചിട്ട് കുഞ്ഞിന് ഇതൊന്നും ചേരത്തില്ല. പോ, ഒരു സർക്കസുകാരുടെ ഉടുപ്പ്. എന്റെ മോളായതുകൊണ്ട് പറയല്ല, പഠിക്കാൻ ബഹുമിടിക്കുക. പുസ്തകം തുറക്കണ്ട. ടീച്ചർ, മീനാക്ഷി ആദ്യമായിട്ടാ വീട് വിട്ട് മാറി താമസിച്ചിട്ടില്ല. പ്രീ ഡിഗ്രിക്ക് വരുന്ന എല്ലാ പെൺകുട്ടികളും അങ്ങനെ തന്നെയാ അല്ലേ? അല്ല, അത് ശരിയാ. ഹോസ്റ്റലിലേക്ക് വന്നു കഴിഞ്ഞാൽ അല്ല, ഒരു മിനിറ്റ്. മീനാക്ഷിക്ക് അച്ഛനും അമ്മയൊന്നുമില്ല, എല്ലാം ഞാനാ. അതുകൊണ്ട് ഇവിടെ ഇവിടെ വിട്ടിട്ട് പോകാൻ എനിക്ക് മനസ്സ് വരുന്നു. അതൊക്കെ അങ്ങ് ശീലമായിക്കോളും. പക്ഷെ എന്റെ മോളുടെ കാര്യം അങ്ങനെയല്ല. അല്ല, ഇവിടെ താമസിച്ചാലേ എല്ലാം ശീലിച്ചല്ലേ പറ്റൂ. അതൊക്കെ അത്രേ ഉള്ളൂ. എന്നാലും ഒരു കണ്ണു വേണമെന്ന് ഞാൻ പറയായിരുന്നു. അത് ശരിയാ. അതെ. ഷുവർ, വരൂ. എല്ലാം ഉണ്ടോന്ന് ഒന്നുകൂടെ നോക്കട്ടെ. ഈർക്കില്, എണ്ണ, ഈഞ്ച, രാസ്നാദിപ്പൊടി, മഞ്ഞപ്പൊടി. വെൽക്കം മീനാക്ഷി. ഐ എം ട്രീസ. ഐ എം സുധ. സുമ. മഞ്ജു. അതെ, പിക്കളുണ്ട്. എല്ലാം ഉണ്ട് ചേട്ടച്ചാ. ചേട്ടച്ചൻ പോയിക്കോ. ബൈ ബൈ ബൈ. അയാളൊരു തനി കൺട്രിയാ. ഞാൻ പോയിട്ട് ശനിയാഴ്ച രാവിലെ ഇനി ഒന്ന് കൂട്ടിക്കൊണ്ടുപോകാം. എന്നാ വെള്ളിയാഴ്ച വൈകിട്ട് വന്നൂടെ? എന്നാ പിന്നെ വ്യാഴാഴ്ച ഇങ്ങി വരാം. എന്നാ പിന്നെ ബുധനാഴ്ച ഇങ്ങി പോരരുതോ? പറഞ്ഞ പോലെ ചൊവ്വാഴ്ച ഒരു ദിവസം കാര്യമല്ലേ ഉള്ളൂ. ഞാൻ പോയിട്ട് നാളെ രാവിലേക്ക് വരാം.
മുടി ശരിക്കും തോർത്തടി, പനി പിടിക്കും. എന്നാ പിന്നെ വ്യാഴാഴ്ച ഇനി പോരരുതോ? എക്സ്കർഷനും കുന്നതിനൊന്നും പോണ്ട. ആ സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രയംബകേ ദേവി നാരായണി നമോസ്തുതേ. വരൂ സാറേ, വരൂ സാറേ. ഞാൻ താനായിരുന്നോ? എന്താ ഉണ്ണി? ഫോൺ ചെയ്യണം. ആർക്കാ? ഡോക്ടർക്കാ? അല്ല, മീനാക്ഷിക്ക്. എങ്ങോട്ട്? ഹോസ്റ്റലിലേക്ക്. താൻ അവളെ ഹോസ്റ്റലിൽ കൊണ്ടാക്കിയിട്ട് ഇന്നിങ്ങോട്ട് വന്നതല്ലേ ഉള്ളൂ. എന്താ എത്ര അത്യാവശ്യം? വീട്ടിൽ അവൾ ഇല്ലാത്തതുകൊണ്ട് ഒരു ശ്വാസം മുട്ടൽ പോലെ ശബ്ദം കേൾക്കാൻ വേണ്ടിട്ടാ. ഇങ്ങനെ ഇരിക്കപ്പുറത്ത് ഇല്ലാണ്ടായാല് ഇല്ല, ഞാനൊന്നും പറയുന്നില്ല. നമ്പർ അറിയാമെങ്കിൽ വിളിച്ചോ. പറഞ്ഞ പോലെ നമ്പറിന്റെ കാര്യം ഡയറക്ടറി നോക്കിയാ അതെങ്ങനെയാടോ അവിടുത്തെ നമ്പർ ഇവിടുത്തെ ഡയറക്ടറി കാണുന്നേ? എൻക്വയറി വിളിച്ചു. ഇടോ മണി 10 വരുന്നായി. ഇപ്പോഴാണ് ലേഡീസ് ഹോസ്റ്റലിലേക്ക് വിളിക്കുന്നേ. താൻ പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. ഹലോ, രാമകൃഷ്ണ ഹിയർ. ഇങ്ങനെ പോത്തു പോലെ അവിടെ കിടന്ന് ഉറങ്ങിക്കോ. ഹലോ, ഹലോ, ഡോക്ടർ അനിയനാണോ? എന്താണോ ഈ നേരത്ത് ഉറങ്ങാതെ? എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. 10-15 വർഷമായിട്ട് എന്റെ കൂടെ മീനാക്ഷി ഉണ്ടായിരുന്നു. അവളില്ലാതെ തനിച്ച് ആദ്യമായിട്ടാ. അവളിപ്പോ ഹോസ്റ്റലിൽ വരണ്ടിരിക്കായിരിക്കും. പൊസസീവ്നെസ് എന്ന് പറയുന്നത് ഒരു രോഗമാണ്. കൺട്രോൾ ചെയ്തില്ലെങ്കിലേ യു വിൽ ഹാവ് ടു സഫർ. തൽക്കാലം ഡോക്ടർ അനിയൻ റൂമിൽ ചെന്ന് കിടക്ക്. ഗുഡ് നൈറ്റ്. ഇന്നലെ ഞാൻ ഉറങ്ങിയില്ല. മോർണിംഗ്. എക്സ്ക്യൂസ് മീ. നീ പോയി പെട്ടി മാണ്ടൊക്കെ എടുത്തോണ്ട് വാ, നമുക്ക് പോവാം. ഇന്ന് കോളേജ് ഉണ്ട്. ഉണ്ടെങ്കിൽ അത് ഇരുന്നോളും. ആരും എടുത്തോണ്ട് പോകത്തില്ല. നിന്നെ വിളിച്ചോണ്ട് വാനേ വന്ന്. സമയം കളയാതെ പോയി എടുത്തോണ്ട് വാ. അപ്പൊ നമ്മൾ തിരിച്ചു വരത്തില്ലേ? ചോദ്യം പ്രശ്നമൊക്കെ ചെയ്തിട്ട് വരാൻ പറഞ്ഞ വന്നോളാം. അപ്പോ അച്ഛൻ അച്ഛൻ ഈ ചേട്ടച്ചൻ രാത്രി മുഴുവൻ അവിടെ ഇവിടെയൊക്കെ അലഞ്ഞിരിഞ്ഞ് നടന്നു. വേണ്ട വേണ്ടാന്ന് വിചാരിച്ചെങ്കിലും ഒടുവിലെത്തിയത് ഹോസ്റ്റലില്. മോളെ, നീ കോളേജിലൊന്നും പോകണ്ട, എങ്ങും പോകണ്ട. നീ ഇല്ലെങ്കിൽ ഈ വീട് ഉറങ്ങിയതുപോലെ. ഓർമ്മിക്കാനൊന്നും വേറൊന്നും ഇല്ലാത്ത ഒരാൾക്ക് ഇവിടെ നിന്ന് ഭ്രാന്ത് പിടിക്കും. ചേട്ടച്ച, എനിക്ക് കോളേജിൽ പോണം, പഠിക്കണം. എന്നെ വിടുവോ? വിടണം, വിടും. ചേട്ടച്ചനെ നിന്നെ മനസ്സിലാവുന്നുണ്ട്, നിന്റെ വിഷമം മനസ്സിലാവുന്നുണ്ട്. നീ ഇന്ന് എന്നെ തിരിച്ചു വയ്ക്കാം. ഞാൻ വെറുതെ പറഞ്ഞതല്ല. മോളെ വിളിക്കാം. ഇവിടെ ഇരിക്കുകയായിരുന്നു. എന്നാ പിന്നെ സമയം കളയണ്ട, പുറപ്പെടാം. എഴുന്നേറ്റോ. ഞാൻ വന്ന എനിക്ക് തിരിച്ചു വരാൻ തോന്നത്തില്ല. നിന്നെ വലിയ സാറെ കൊണ്ടാക്കും. മോള് വയ്ക്കാം. ഇന്ന് ഞാൻ പോണില്ല. എന്നാ പിന്നെ നേരത്തെ പറഞ്ഞുകൂടായിരുന്നോ മനുഷ്യനെ വെറുതെ മെനക്കെടുത്താൻ? ഞാൻ എന്റെ പാട്ടിന് പോവുക. ഒരു മോളും ചാട്ടച്ചനും. നിന്റെ നിർമ്മല ചേട്ടത്തില്ലേ, അവരുടെ അടുത്തില്ലേ? ഇനി നിന്റെ കാര്യം അവര് നോക്കിക്കോളും. പക്ഷെ നീ മറക്കരുത്, എന്റെ ജീവിതമാണ് ഞാൻ നിനക്കത്. ചേട്ടച്ചൻ ആർക്കു വേണ്ടി ഒരു ചുക്കും ചെയ്തിട്ടില്ല. ചേട്ടച്ചൻ ജീവിച്ചത് ചേട്ടച്ചന് വേണ്ടി തന്നെയാ. നോക്കിക്കൊല്ലണ്ട. എണ്ണി ഞാൻ പറഞ്ഞു തരാം. അവനവന്റെ അന്തസ്സിന്റെ അഭിമാനത്തിന്റെയും പേരും പറഞ്ഞല്ലേ എന്റെ അച്ഛൻ ഇവിടെ ഇറക്കി വിട്ടത്. ഒരു പെണ്ണിനെ മോഹിപ്പിച്ചിട്ട് ചേട്ടത്തിന് വലിയ ത്യാഗിയാണെന്ന് മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കണമായിരുന്നു. അതിന് എന്റെ പേരും പറഞ്ഞ് അവരെ കൈയൊഴിഞ്ഞു. ഇന്നേ വരെ ചേട്ടച്ചൻ പിന്നെ അവരെ കുറിച്ച് ഓർത്തിട്ടുണ്ടോ? ചേട്ടച്ചൻ അറിയില്ലെങ്കിലും എനിക്കറിയാം. അവരിപ്പോഴും കല്യാണം കഴിച്ചിട്ടില്ല. വല്യമ്മനെ ചേട്ടത്തിയെ മോശക്കാരാക്കിയിട്ട് നാട്ടുകാരുടെ സിമ്പതി ചേട്ടത്തിന് നേടണമായിരുന്നു. അതിനാ ചേട്ടത്തിന് എന്നെ വളർത്തിയത്. ചേട്ടച്ചൻ ഇതൊക്കെ കേൾക്കാൻ എന്തിനാ ഇവിടെ നിൽക്കുന്നത്? എങ്ങോട്ടെങ്കിലും ഇറങ്ങിപ്പോ. ചേച്ചി, ഇത് നമ്മുടെ മീനാക്ഷി അല്ല. അവൾ എന്നോട് ഇങ്ങനെ പറയത്തില്ല. മനുഷ്യനെ അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കാൻ കഴിയുന്നില്ലെങ്കിൽ എന്ത് ചെയ്യാനൊക്കും? സത്യം പറഞ്ഞ ചേട്ടത്തി, എനിക്കിപ്പോ അങ്ങോട്ട് പോകണമെന്നേ തോന്നില്ല. വെറുത്തു, ശരിക്കും മടുത്തു ഞാൻ. കല്യാണം കഴിക്കാൻ പറ്റാത്തതിലും പിന്നെ ഉദ്യോഗത്തിന് പോകാൻ കഴിയാത്തതിലും എത്രയായാലും ഫ്രസ്ട്രേഷൻ ഇല്ലാതിരിക്കോ? പിന്നെ എന്നോടുള്ള ദേഷ്യം ഉണ്ടെന്ന് കൂട്ടിക്കോ. ഇതിനൊക്കെ ഞാനെന്ത് വേണം? എന്നെ എന്തിനാ ഇങ്ങനെ ഹരാസ് ചെയ്യുന്നേ? നോ, ഐ വാണ്ട് അലോ ഇറ്റ്.
എനിക്ക് തോന്നിയ പോലെ ഞാൻ ജീവിക്കും. അന്ന് പോയതാ, പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ല. കഴിഞ്ഞ ശനിയും ഞായറും ഒക്കെ വരുമെന്ന് കരുതി. വാശിക്കു വാശി, ആരും വിട്ടുകൊടുക്കരുത്. ഇടോ, തന്റെ ഈ നരച്ച തലയൊന്ന് കുഞ്ഞുന്ന് വെച്ചിട്ട് ആകാശം ഇടിഞ്ഞു വീഴാനൊന്നും പോകുന്നില്ല. ഈ ഞായറാഴ്ച അവള് വരും, എനിക്കറിയാം. അതെന്ത് ഗണിതശാസ്ത്രമാ? അന്നുള്ള പിറന്നാളാ, വരണം. ഏതായാലും ചേട്ടത്തിന് അവിടെ വരെ ഒന്ന് പോണം, അതാ നല്ലത്. പിറന്നാളിനെ വിളിക്കാതെ അവള് വരണം. വരും സാറേ, വരും. എനിക്കറിയാം വരുമെന്ന്. ഞായറാഴ്ച ഉച്ചയ്ക്ക് പിറന്നാൾ സദ്യ ഉണ്ടാ സാർ, വാ, അവളുണ്ടാവും. ഹായ്. ഹായ്. താങ്ക് യു. ഡോക്ടർ മാത്തച്ചൻ എന്ന് പറയുന്ന കാപ്പി കുടിച്ചിട്ട് പോയാ പോലെ, ഞാൻ അങ്ങോട്ട് വരാം. പോട്ടെ, ഡിന്നർ കഴിഞ്ഞിട്ട് പോയാ മതി. വലിയ കേക്ക് വേണ്ടേ? അയ്യേ, പൈനാപ്പിൾ കേക്കാ. എല്ലാരും കൂടെ കൊടുക്കും. താങ്ക് യു. വല്ലിട്ടമ്മ, നമുക്ക് എന്റെ ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യാം. വരൂ, വരൂന്നേ. ഏയ്, ഇതെന്റെ വല്യേട്ടനാണ്. ഹലോ. വല്യേട്ടന് റീസ അറിയില്ലേ? അറിയില്ലേ? ഇത് മഞ്ജു. ഹലോ. സിന്ധു. ഹായ്. ഇത് സുമ. ഹലോ. ആൻഡ് സുധ. സിറ്റി ഹോസ്പിറ്റലാ. എന്നാ നിങ്ങൾ സംസാരിക്കേ, ഞാനിവിടെ ഒന്നും ശരിയാവില്ല. ഞാനിപ്പോ വരാം. ശരി. എനിക്ക് തോന്നി നീ വരുമെന്ന്. പ്രസാദാണ്, അവളെ തൊടിയിക്കണം. ഞാൻ പ്രാർത്ഥിച്ചോളാം. അവള് നിന്റെ അടുത്തേക്ക് തന്നെ വരും. നീ പോയിക്കോ. ഇന്ന് മീനാക്ഷിയുടെ പിറന്നാൾ മാത്രമല്ല, നമ്മുടെ അമ്മ മരിച്ച ദിവസം കൂടാ. നിൽക്കുന്ന നിപ്പ് കണ്ടില്ലേ? ഒരുത്തിക്കെങ്കിലും കൂസലുണ്ടോ നോക്കിക്കേ. ഈ 5 എണ്ണത്തിനെയും ഈ നിമിഷം കൊണ്ടുപോക്കണം. അറ്റ് ദിസ് വെരി മൂമെന്റ് ടേക്ക് അവേ ഫ്രം ഹിയർ. കുറച്ച് നാളായി ഞാൻ വാച്ച് ചെയ്യുന്നു. ഇവരുടെ പോക്ക് ശരിയല്ല. ലേറ്റ് ആയിട്ട് ഇവിടെ കയറി വന്നിട്ടുള്ളപ്പോഴൊക്കെ ഞാൻ വാൺ ചെയ്തിട്ടുണ്ട്. ഒരു ഇഷ്യൂ ആക്കണ്ടെന്ന് കരുതി പലതും ഞാൻ കണ്ടില്ലാന്ന് വെച്ചിട്ടുണ്ട്. ബട്ട് യെസ്റ്റർഡേ ഇറ്റ് വാസ് ദാറ്റ് മച്ച് എക്സ്ട്രീം. മെസ്സുകളിൽ ഇന്നലെ എന്തായിരുന്നു ബഹളം? ലെക്കും ലഗാനും ഇല്ലാതെ എന്താ അഴിഞ്ഞാട്ടായിരുന്നോ? ഇപ്പോഴൊന്നും ഓർമ്മയുണ്ടാവില്ല. എന്താ ഇവിടുമാര് വിചാരിച്ചിരിക്കുന്നേ? എന്തോ ആകാമെന്നോ? അതൊക്കെ അങ്ങ് വീട്ടിൽ കൊണ്ടുപോയിക്കോ. കൊണ്ടുപോയി കുറച്ചുകൂടെ ഓമനിച്ച് വളർത്ത്. ഇവിടെ വെച്ച് വേണ്ട. ഒരക്ഷരം ഞാൻ മിണ്ടിയിട്ടില്ല. പലപ്പോഴും നാവ് പൊങ്ങിയിട്ടുണ്ട്. അപ്പോഴൊക്കെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോവും. തല്ലാനും ഗുണദോഷിക്കാനും ഞാൻ ആരുമല്ലല്ലോ. അങ്ങനെയൊന്നും പറയരുത്. അതൊരു കെട്ട ജന്മ. നന്നാവില്ല വാര്യർ സാറേ, നന്നാവില്ല. എനിക്കറിയാം. കുറച്ചു ദിവസം കഴിയട്ടെ, ഞാനൊന്ന് കണ്ട് സംസാരിക്കാം. ചിലപ്പോ ഒരു നല്ല വാക്കുകൊണ്ട് മനസ്സങ്ങ് മാറും. ഞാൻ എങ്ങനെ വളർത്തിക്കൊണ്ടുവന്ന കുട്ടിയാ, എന്ത് ലാളിച്ചു. ഇപ്പോഴെനിക്ക് കുതിർന്നിട്ടില്ല. കല്യാണം കഴിച്ച് അവനവന്റെ പിള്ളേരെ വളർത്തിയിരുന്നെങ്കിൽ ഈ പേര് ദോഷം വരുമായിരുന്നു. എനിക്ക് അവൾ ജീവൻ.
കുളിരും പനിയായിട്ട് ഇവിടെ ഇങ്ങനെ ഒറ്റയ്ക്ക് കിടക്കണ്ട. ഒന്നി വീട്ടിലോട്ട് വാ, അല്ലെങ്കിൽ വാരിഷാട്ടിന് അങ്ങോട്ട് ചെല്ല്. ഞാൻ ശിവൻകുട്ടിയെ പറഞ്ഞേച്ച് മീനാക്ഷിയെ വിളിപ്പിക്കട്ടെ. വേണ്ട. ഈ വെള്ളം അങ്ങോട്ട് കുടിച്ചാട്ടെ. ചേട്ടത്തിന്റെ ഓരോ കടുംപിടുത്തവും വാശിയും കാരണം എന്തോന്നാ കുന്തം. ആ മീരക്കൊച്ചിന്റെ കണ്ണീരും ദുഃഖവുമാ അതാ ഇവിടെ കിടന്ന് ഉരുവുന്നത്. അന്ന് അതിനെ കൂടെ വിളിച്ച് താമസിപ്പിച്ചിരുന്നെങ്കിൽ അപ്പൊ മീനാക്ഷി മീനാക്ഷി എന്ന് പറഞ്ഞ് ചാവാൻ തുടങ്ങി. എന്നിട്ടിപ്പോ മീനാക്ഷി എവിടെ? അല്ല പിന്നെ പറയാതെ. ആ മീരക്കൊച്ചി ഇപ്പോഴും കല്യാണം കഴിച്ചിട്ടില്ല എന്ന് മീനാക്ഷി പറഞ്ഞത് നേരാണോ? എനിക്കറിയില്ല. ഓ, എന്നാ പോയെന്ന് അറിയരുതോ? എന്തോ ചോദിച്ചാലും കുന്തം വിഴുങ്ങി നിൽക്കും. കല്യാണക്കാര്യം ചോദിച്ചാ അവക്ക് ഇപ്പോഴും ചെവി കേക്കില്ല. പുസ്തകത്തിലോട്ട് തന്നെ എപ്പോഴും ഇങ്ങനെ നോക്കിയിരിക്കും. ഉണ്ണികൃഷ്ണനൊരു മോളുണ്ടല്ലോ, എന്താ അവളുടെ പേര്? മീനാക്ഷി. ആ കുട്ടിയുടെ കല്യാണമൊക്കെ കഴിഞ്ഞോ? കല്യാണം കഴിക്കാൻ തിരക്ക് കൂട്ടേണ്ട പ്രായമൊന്നും ആയിട്ടില്ല. കല്യാണം എന്നൊക്കെ പറയുന്നൊരു യോഗമാ മോനെ. മീനാക്ഷിയെ കൂടെ കൊണ്ടുവരായിരുന്നു. ഈ വരവ് അവൾ അറിഞ്ഞിട്ടില്ല. അറിഞ്ഞാ സമ്മതിക്കില്ല അല്ലേ? അതുകൊണ്ടല്ല. മീനാക്ഷി ഒരുപാട് മാറിപ്പോയി. മീരയിൽ നിന്ന് എന്നെ അകറ്റിയത് അവളാ. ഒടുവിൽ അവള് തന്നെ എന്നെ വിട്ടു പോവുക. പെട്ടെന്ന് തനിച്ചായ മീര, എന്റെ കൂടെ വരാം എങ്ങോട്ടെങ്കിലും. ഉണ്ണിയോട് എനിക്ക് പലപ്പോഴും ദേഷ്യം തോന്നിയിട്ടുണ്ട്, സങ്കടം തോന്നിയിട്ടുണ്ട്. എത്രയോ തവണ ഉണ്ണി എന്നെ വിളിക്കാൻ വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടെന്നറിയോ? ഇപ്പൊ വളരെ വൈകിപ്പോയി ഉണ്ണി, വളരെ. മുമ്പ് ഉണ്ണി പിന്തിരിപ്പിച്ച എന്റെ അച്ഛൻ തന്നെയാണ് ഇപ്പോഴും കാരണം. സാറിനോട് ഞാൻ സംസാരിച്ചു നോക്കാം. ഉണ്ണിയെ കാണുമ്പോ അച്ഛൻ കുറ്റബോധം കൊണ്ട് കരയും. പക്ഷേ ഒരക്ഷരം. വരൂ ഉണ്ണി. രണ്ടു വർഷം മുമ്പ് പെട്ടെന്ന് തളർന്നു വീണു. 3 മാസം ബോധമില്ലാതെ കിടന്നു. പിന്നെ ഈ കിടപ്പ. സംസാരിക്കില്ല. ഉള്ളി ചിലപ്പോ തിരിച്ചറിയുന്നുണ്ടാവാം. അച്ഛാ, ഇതാരാന്ന് മനസ്സിലായോ? നമ്മുടേതൊരു വല്ലാത്ത വിധിയാ. എന്നും മീനാക്ഷി അച്ഛനും നമുക്കിടയിൽ. വിടാതെ, എങ്ങോട്ടും വിടാതെ. ഈ അച്ഛനെ വിട്ട് ഞാൻ എങ്ങനെ കൂടെ വരും? ഞാൻ വന്നില്ലെന്ന് വിചാരിച്ചോളൂ.